ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ ബേബി ഡിസൈൻസ്. ഇതുപോലെ സ്കേർട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരു ഓഫ് ഷോൾഡർ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊരു 1.5 വയസ്സായ ബേബിക്ക് ചെയ്ത ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്, ഷോൾഡർ 4 ഇഞ്ച്, അതായത് 8 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 4 ഇഞ്ച്, ആം ഹോളും 4 ഇഞ്ച്, ചെസ്റ്റ് അളവ് വരുന്നത് 6 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 7 ഇഞ്ച് എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 5 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ട് 6 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ആം ഹോൾ കർവാണ് വരക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നത് 3 ഇഞ്ചാണ്, വിഡ്ത്ത് 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ ഒരു ഷേപ്പ് വരച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ഒരു പാർട്ടിനെ നിവർത്തിയിട്ടിട്ട് ഇതേപോലെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത്, അതായത് കൈക്കുയിൻ്റെ ആ ഭാഗത്ത് നിന്ന് നെക്ക് വരെയുള്ള ആ ഭാഗം ഇതേപോലെ ചെരിച്ചിട്ട് വരച്ച് ആ ഭാഗത്ത് കൂടെ ആ ലൈനിന്മേൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ലൈനിങ്ങിലാണ് ചെയ്തത്. ഇനി നമുക്കതിനെ മെയിൻ ക്ലോത്തിൽ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ തുമ്പിട്ടിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ കുറച്ച് ഒരു വി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെരിച്ച് വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റുക. ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് നമുക്കതിനെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ ചീത്ത വശം വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് അടിവശവും അതേപോലെ മുകൾ വശവും മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ മറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്മേലൊക്കെ നിറച്ച് സീക്വൻസ് വർക്ക് ഉണ്ടായതുകൊണ്ട് സൂചി പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ നെക്കിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും അതേപോലെ അടിവശവും ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് അതിനെ നമ്മൾ മറിച്ചിട്ടിട്ട് ഇതേപോലെ പതിച്ചടി കൊടുക്കുക. ബാക്കിലെ പീസും ഇതേപോലെ തന്നെ സെയിം ചെയ്ത പോലെ തന്നെ ബാക്കിലെ പീസും ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതിന് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യണത് എടുക്കാൻ മറന്നുപോയി. ഇനി അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഷോൾഡറൊക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് 2 വശവും ഇതിന് പ്രസ് അടി കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സ്ലീവ് വെക്കണമല്ലോ. ആ ഭാഗത്ത് ഒരു സ്ട്രാപ്പാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മാർക്ക് ചെയ്യാൻ നമ്മൾ മറിച്ചിട്ടിട്ട് ആ മറ്റേ ഷോൾഡർ ആ ഭാഗത്ത് സ്ലീവിൻ്റെ അതേ അളവിൽ മാർക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് അതേപോലെ അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള നെറ്റും ലൈനിങ് പീസ് വെച്ചിട്ടാണിത് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചുമാണ്. 3/4 ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക്കാണ് ഞാനിതിന് കൊടുത്തിട്ടുള്ളത്. അലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതേപോലെ അടിച്ചിട്ട് മറിച്ചിടുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് അടിച്ചിട്ട് ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇതുപോലെ ആവും. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അലാസ്റ്റിക് കോർത്തെടുക്കുക. ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് അതിനെ നമുക്ക് ആ
മാർക്ക് ചെയ്തില്ല, മുന്നേ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ബാക്കിലും ഫ്രണ്ടിലും മാർക്ക് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ട് അതിനെ ആ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാനതിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതേപോലൊരു ഹാങ്ങിങ് കൂടെ ലേസ് വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെച്ചെടുത്താൽ മതി. ഈ ഒരു ഹാങ്ങിങ് ലേസ് നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്ക്. അത് വയറ് കണ്ടിട്ടുള്ളൊരു ടോപ്പാണത്. അപ്പോൾ അത് വെച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതിനുശേഷം അതിൻ്റെ ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവും മാർക്ക് ചെയ്തിട്ട് കൂട്ടിയെടുക്കുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ അഭിപ്രായങ്ങളും പറയണേ. ബേബി ഇട്ട ഡ്രസ്സിൻ്റെ വീഡിയോസ് കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലത്തെ സ്കേർട്ടും ടോപ്പൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.